നമസ്കാരം. നമസ്കാരം. നമുക്ക് കാശ്മീർ ട്രിപ്പിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചാലോ? ആയിക്കോട്ടെ സർ. രണ്ട് കാര്യങ്ങൾ. സന്തോഷം. സന്തോഷം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ വരുന്ന മാസം ഒരു കാശ്മീർ ട്രിപ്പ് പോകാൻ വിചാരിക്കുന്നു. ആ, ഒരു പാക്കേജിന്റെ കൂടെയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? ആ, ആ, നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് എല്ലാവർക്കും, ഉം, കാശ്മീരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമാണ് എന്ന് തോന്നുന്നു. മാത്രമല്ല, കുറേ കാലങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കാശ്മീരിലേക്ക് പോകാനുള്ള ഒരു അവസരം ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അതെ. ശരിയല്ലേ? ആ, ഉം. ആ, ആ, അപ്പൊ അതിനെ പരമാവധി എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു തയ്യാറെടുപ്പുകളെ കുറിച്ചിട്ടുള്ള മുന്നൊരുക്കങ്ങളെ കുറിച്ചുള്ള അറിവുകൾ സഹായിക്കുമെന്ന് തോന്നുന്നു. ഉം. ആ, അപ്പോൾ എനിക്ക് തീർച്ചയായും. ആദ്യമായിട്ട് അറിയേണ്ടത്, കാശ്മീരിലേക്കുള്ള യാത്ര അത് നമ്മൾ സ്വയം പോകുന്നതായാലും നമ്മുടേതായ വിധത്തിൽ പോകുന്നതായാലും ശരി, ഒരു ടൂർ പാക്കേജിനോടൊപ്പം പോകുമ്പോഴായാലും ശരി, എന്തൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട മുന്നൊരുക്കങ്ങള്, തയ്യാറെടുപ്പുകള്, അതെന്തൊക്കെയായിരിക്കണം? ഓക്കെ. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ. ശരി. അപ്പോ ആ കാശ്മീർ യാത്ര പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലാസ്റ്റ് ഇയർ ഏപ്രിൽ 2024 ഉണ്ടായത്. ശരി. എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സാർ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷം. എനിക്ക് കിട്ടിയൊരു അറിവും, അതായത് എന്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ തീർച്ചയായിട്ടും എല്ലാവരുടെ അടുത്തും പങ്കുവയ്ക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വളരെ പ്രദമാകുമെന്നും എനിക്ക് കരുതുന്നു. കാരണം നമ്മൾ പോയപ്പോൾ നമ്മൾ അനുഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസ്, ഗുഡ് ആൻഡ് ബാഡ് ബിറ്റർ, നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമോ നന്നായിട്ട് പോവാമെന്നും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും സുന്ദരമായ ഒരു യാത്ര ആവാൻ പറ്റുമായിരുന്നു കാശ്മീർ ട്രിപ്പ്. ശരി. ശരി. എനിക്ക് പറയാനുള്ളത്, കാശ്മീർ നമ്മൾ പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മെന്റലി പ്രിപ്പയർഡ് ആവണം. നമ്മൾ പോണത് ശരിക്കും ഒരു പാരഡൈസിലോട്ട് തന്നെയാണ്. നമ്മൾ ശരി. ഇന്ത്യ കാണുവാണെങ്കിൽ നമ്മൾ കാശ്മീർ കണ്ടില്ലെങ്കിൽ ഇന്ത്യ കണ്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും ഉം. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ശരി. അതിന് പോണേക്കാൾ നമ്മൾ ആക്ച്വലി ടിക്കറ്റും എല്ലാം എടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മളൊന്ന് ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആവാൻ ഒന്ന് ശ്രമിക്കുക അവിടെ പോകുമ്പോൾ. അതായത് ശരി. നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈലിനെക്കാളും പോകുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ദിവസം അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കുക, ഒരു ഓക്കെ. ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം ഒക്കെ ചെയ്ത് നമ്മളൊന്ന് ഉം. ഫിസിക്കലി ഒന്ന് ശരി. പ്രിപ്പയർഡ് ആക്കുക. കാരണം ശരി. ഇവിടുത്തെ ഒരു ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസും വളരെയധികം വ്യത്യാസമാണ് കേരളത്തിലുള്ള ആൾക്കാർക്ക്. ഉം. ഉം. അപ്പൊ അവിടെ പോകുമ്പോൾ നമ്മളൊരു മെന്റലി ഫസ്റ്റ് ഫിസിക്കലി ആണ് നമ്മളൊന്ന് ജസ്റ്റ് ചെറിയൊരു വാക്കിംഗ് എക്സസൈസും ഇതും ഒന്ന് കുറച്ചും കൂടെ ബോഡീനെ ഒന്ന് ലൈറ്റ് ആയിട്ടും മൊബിലിറ്റി ഒന്ന് കൂട്ടിയെടുക്കുക. അപ്പൊ ശരി. നമുക്ക് ബ്രീത്തിങ്ങും എല്ലാം കുറച്ച് എളുപ്പമായിരിക്കും. ശരി. ഓക്കെ. പിന്നെ നമ്മൾ ഒരു പോകുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഓരോ കാര്യങ്ങളും ഉം. നോട്ട് ചെയ്തിട്ട് വേണം അവിടെ പോകാൻ. കാരണം ശരി. നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് തുറന്ന വലിയൊരു അവസരം തന്നെയാണ് കാശ്മീർ പോകാൻ പറ്റുന്നത്. അവിടെ ഉം. അതേപോലെ ഒത്തിരി സെക്യൂരിറ്റി റെഗുലേഷൻസും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ശരി. നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഉം. 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 ഫസ്റ്റ് തിങ് നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മുടെ ആക്ച്വലി ആധാർ കാർഡ് ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റ് പോകുമ്പോൾ ആധാർ കാർഡ് ആയിരിക്കും കൊണ്ടുപോകണേ. ഉം. അത് അതെന്തായാലും നമ്മൾ എൻഷുർ ചെയ്യണം ആധാർ കാർഡ് തന്നെ കൊണ്ടുപോകാനായിട്ട്. ചിലപ്പം അവിടെ പോകുമ്പോൾ ഗൊണ്ടോള റൈഡ്, അത് ആഹാ. റൈഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ പോകുമ്പോഴും ആധാർ കാർഡ് കൊടുത്തിട്ടാണ് അത് ചെയ്യേണ്ടത്. അത് ഓക്കെ. ഒരു പക്ഷേ ടൂർ പാക്കേജ് കമ്പനിക്കാർ നേരത്തെ അത് ബുക്കിംഗ് എടുക്കും. എന്നാൽ ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ഇല്ല. 1 ശരി. മന്ത് ഏർലി ഒക്കെയാണ് ആൾക്കാർ ബുക്ക് ചെയ്യണത്. എന്നാൽ എന്തെങ്കിലും ഒരു കാരണവശാൽ വേണമെങ്കിൽ കീപ്പ് അപ്പ് ചെയ്യണത് ആധാർ കാർഡ് ആയിരിക്കും നല്ലത്, റാദർ ദാൻ ടേക്കിംഗ് എ പാസ്പോർട്ട്. ഉം. 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 ഓക്കെ. ഉം. ആൻഡ് ശരി. സെക്കൻഡ് തിങ് എന്ന് പറയണത്, നമുക്ക് നമ്മൾ പോണ മൊബൈൽ ഉം. ഉം. കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ BSNL അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി. ഏതൊക്കെ മൊബൈലുകളാണ് കൂടുതൽ നന്നായിട്ട് കിട്ടുന്നതെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ കിട്ടുന്നത് BSNLന്റെയും ശരി. ജിയോ കണക്ഷന്റെയും പോസ്റ്റ് പെയ്ഡ് ആണ് പോസ്റ്റ് ഏറ്റവും നന്നായിട്ട്. പ്രീപെയ്ഡ് കിട്ടില്ല. പോസ്റ്റ് പെയ്ഡ്, ശരി. പ്രീപെയ്ഡ് ഒരു കാരണവശാലും നമുക്ക് പോയാൽ അവിടെ യൂസ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ. ഓക്കെ. പ്രീപെയ്ഡ് അപ്പൊ നമ്മള് സാധാരണ ഇവിടുന്ന് പോകുമ്പോ നമ്മൾ ഒരു മാസത്തേക്ക് വല്ലതും ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ, നമ്മുടെ ഉള്ള കണക്ഷന്റെ ഡേറ്റ ലോങ് പീരീഡ് അല്ല ഷോർട്ട് പീരീഡ് വല്ലതും ഉള്ള ഒരു കണക്ഷൻ എടുത്തിട്ട് അത് ശരി. മാറ്റി പോസ്റ്റ് പെയ്ഡിലോട്ട് ആക്കി തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ശരി. അവിടെ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻസ് ആണ് ശരി. 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 നമുക്ക് കംഫർട്ടബിൾ. ശരി. അതിന്റെ കൂടെ തന്നെ ഈ ഉം. എല്ലാ പിക്നിക് സ്പോട്സിലും ഉം. ഈ വന്ന വെൻഡേഴ്സ് ഒക്കെ സാധാരണ ആൾക്കാരാണ്. ശരി. അവിടെ ചിലപ്പം ഈ മൊബൈൽ
ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകുന്ന ഫെസിലിറ്റി ഇല്ല. അപ്പം നമ്മൾ ക്യാഷ് കരുതിയാലേ നമുക്ക് ഈ ബാർഗെയിൻ ചെയ്ത് കൊടുക്കുന്ന കാര്യമൊക്കെ നടക്കുകയുള്ളൂ. കുഞ്ഞു കുഞ്ഞു പർച്ചേസസ് ഒക്കെ ഒരേ സ്പോട്ടിൽ പോകുമ്പോൾ ഉള്ള ഒരു കാര്യം. സോളിഡ് ക്യാഷ് കയ്യിൽ ലിക്വിഡ് ക്യാഷ് കയ്യിൽ കരുതണം. ശരി കരുതാനായിരിക്കും നല്ലത്. ശരി. പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ഒരു പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഡ്രസ്സുകളൊക്കെ പൊതുവിൽ എങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്? നമ്മൾ കൊണ്ടുപോകുന്നത് വിന്റർ ക്ലോത്തിങ്സ് ആണ് അവിടെ കൊണ്ടുപോകുന്നത്. അതായത് ചില സ്ഥലങ്ങളിലേക്ക് 3 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. ഇപ്പൊ സാറ് പോണത് ഏപ്രിൽ സീസൺ ആയതുകൊണ്ട് ആണ്. അപ്പം 3 ഡിഗ്രി വരെയൊക്കെയല്ലോ, അല്ലാത്ത ക്ലൈമറ്റിൽ അതിലും ഇതാണ് ടെമ്പറേച്ചർ. ഇപ്പം ഈ സമയത്ത് ആണ് ഏറ്റവും 3 ഡിഗ്രി വരെയും സോനമാർഗ് പറഞ്ഞ സ്ഥലത്തൊക്കെ ചില ദിവസങ്ങളിൽ 3 ഡിഗ്രി വരെയും ഒക്കെ പോവാറുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ആ പറ്റുന്ന ഒരു ക്ലൈമറ്റ്, എനിക്ക് തോന്നുന്നു കാശ്മീരിൽ ഏറ്റവും മലയാളികൾക്ക് പോകാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ഏപ്രിൽ മാസം തന്നെയാണ്. പിന്നെ കാശ്മീരിലെ എല്ലാ വിധത്തിലെ ഭംഗിയും ആസ്വദിക്കാനും ഈ സമയത്ത് മാത്രമേ പറ്റുള്ളൂ. കാരണം ഇന്ദിരാഗാന്ധി ടൂലിപ്പ് ഗാർഡൻ ആകെ ഓപ്പൺ ചെയ്യണത് ഏപ്രിൽ മാസത്തിൽ മാത്രമാണ്, ഒരു മാസം ഓപ്പൺ ചെയ്യുന്നത്. ആ സമയത്ത് മാത്രം പോയാലേ ആ ടൂലിപ്പ് പൂക്കളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം മഞ്ഞുമരയും ഒക്കെ നമുക്ക് അത്യാവശ്യം ഹിൽ സ്റ്റേഷൻ ഏരിയയിൽ കിട്ടും. ബാക്കി എല്ലാ സ്ഥലത്തും റൗണ്ട് ഇല്ലെങ്കിലും നമുക്ക് അത് അനുഭവിക്കാനുള്ള ടൈം നമുക്ക് അവിടെ ഉണ്ടാകും. അപ്പൊ നമ്മൾ കൊണ്ടുപോകേണ്ട ക്ലോത്തിങ് എന്ന് പറഞ്ഞാല് വിന്റർ വെയർ ആയിട്ടുള്ള ഡ്രസ്സുകൾ, അതായത് നമ്മൾ ഉള്ളിൽ ഒരു തെർമൽസ് കൊണ്ടുപോകണം. തെർമൽസ് നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ താഴെ തെർമൽസ് ഇടണം. അപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ നിന്നാണെങ്കിൽ ടോപ്പിൽ എന്തായാലും തെർമൽ വെയർ ബനിയൻസ് കൊണ്ടുപോകണം, ഫുൾ സ്ലീവ് ആയിട്ട്. ഫുൾ സ്ലീവ് പറ്റുമെങ്കിൽ ടേർട്ടിൽ നെക്കുള്ള തെർമൽ വെയർ ഒരു രണ്ടോ മൂന്നെണ്ണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ മുകളില് പിന്നെ ഒരു നമ്മുടെ ടീഷർട്ട് എന്തെങ്കിലും ഇടണം. അതിന്റെ മുകളിൽ നമ്മുടെ ജാക്കറ്റ്സ്, വൂളൻ ജാക്കറ്റ്സ്. താഴെ ഇടുമ്പോൾ എല്ലാവരും കൊണ്ടുപോകുമ്പോൾ തെർമൽ വെയറിന്റെ ഒരു പാൻസ് ഉണ്ടാകും. അതിന്റെ മുകളിലാണ് എല്ലാവരും ജീൻസ് ഇടുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, തെർമൽ വെയർ ആക്ച്വലി അതിന്റെ താഴെ നമ്മളെ ജീൻസ് മുകളിൽ യൂസ് ചെയ്യണമെങ്കിൽ തെർമൽ വെയർ ഇട്ടില്ലെങ്കിൽ നമുക്ക് ജീൻസിൽ ആ തണുപ്പ് പിടിച്ച് നിൽക്കാൻ പറ്റും. ഒരു ഇതാണ്. ഇപ്പൊ ലേഡീസ് ആണെങ്കിലും ലെഗിൻസ് ഇട്ടാലും മതി. അല്ലാണ്ട് വൂളൻ തെർമൽ വെയർ ആകുമ്പോൾ കുറച്ചും കൂടെ ഹെവി ആയിരിക്കും. നമുക്ക് ഈ മൂവ്മെന്റ്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കുറച്ചും കൂടെ ഹെവി ഇതുമ്പോ. പിന്നെ വൂളൻ സോക്സ് അതെന്തായാലും 5 പേർ കൊണ്ടുപോയേ പറ്റുള്ളൂ. മറ്റേ നമ്മൾ കൊണ്ടുപോണ ലൈക്ക് ഇപ്പൊ ജാക്കറ്റ്സ് ഒക്കെ നമ്മൾ ഒരു ജാക്കറ്റ് ആയിരിക്കും ത്രൂ ഔട്ട് പുറത്ത് മാത്രം ഇടുന്നത്. ജീൻസ് ഒക്കെ 2 കൊണ്ടുപോയാല് നമ്മളൊരു 4 ഡേയ്സ് ആന്ന് വെച്ചാല് 2 മതിയാകും. അല്ലെങ്കിൽ മാക്സിമം കൊണ്ട് പോകാനും പിന്നെ 2 കൂടെ മതിയാകും. കാരണം അത് മാറ്റി നമുക്ക് ഇടാന്നേ ഉള്ളൂ, വേർക്കുന്നില്ല നമ്മള്. പക്ഷെ ഇന്നർ വെയർസും സോക്സും മസ്റ്റ് ആയിട്ടും പോണ എത്രയും ദിവസം കൊണ്ട് അത്രയും തന്നെ കൊണ്ടുപോകണം. ഏതെങ്കിലും കാരണവശാൽ നനഞ്ഞു പോയാൽ നമുക്കത് ഉണക്കിയിട്ടിടാനുള്ള, ഉണങ്ങത്തില്ല അവിടെ. പിന്നെ നനയ്ക്കാനും ശ്രമിക്കരുത്, അത് തന്നെ ഇടണം. പിന്നെ ഇടുന്ന ഷൂസ്, നമ്മളെ ഷൂസ് കുറച്ചും കൂടെ നമ്മളൊരു ബൂട്ട് ലെവൽ ഷൂസ് ഇടണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മൾ സാധാരണ റണ്ണിങ് ഷൂസ് ഒക്കെ പോകുമ്പോൾ അത് വെറ്റ് ആകും. അപ്പൊ വെറ്റ് ആവാത്ത സ്പോർട്സ് ഷൂസ് എന്തെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് കുറച്ചും കൂടെ ബൂട്ടായിട്ട് കുറച്ചും കൂടെ ഹൈ റേസ്റ്റ്, നമ്മുടെ ആങ്കിളൊക്കെ കുറച്ചും കൂടെ കവർ ചെയ്ത സാധനമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ, അല്ലാത്ത സ്ഥലത്ത് നടക്കുമ്പോൾ മഞ്ഞൊന്നും അകത്ത് കയറില്ല. പിന്നെ അവിടെ ചെല്ലുമ്പോ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ബൂട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവിടെ ഒരേ സ്പോട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ 100 rupees കൊടുത്താൽ ബൂട്ട് റെന്റിന് കിട്ടും. നമ്മുടെ സൈസിനുള്ളത് കിട്ടും അല്ലേ? എല്ലാ സൈസിലും കിട്ടും. അതായത് തീരെ വല്ല പിള്ളേരുടെ സൈസ് തന്നെ എനിക്ക് തോന്നുന്നു 6 വയസ്സ് 7 വയസ്സിലെ കുട്ടികളുടെ സൈസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ സൈസിൽ മാത്രമേ ചിലപ്പോ ഒരു നമുക്ക് എക്സാക്ട്ലി കിട്ടണം നിർബന്ധമില്ല. അഡൽസിന്റെ ലാവിഷ് ആയിട്ട് ഇഷ്ടംമാതിരി ബൂട്ട് ഉണ്ട്, നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ബൂട്ട് എടുക്കുമ്പോ നമ്മള് നീ ലെവൽ വരെയുള്ള ബൂട്ട് സെലക്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക, മുട്ടിന്റെ തൊട്ട് താഴെ നിൽക്കണ വരെ. അപ്പൊ ഒരു കാരണവശാലും ഐസ് അതിന്റെ ഉള്ളിൽ പോവില്ല. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ കാല് തണുക്ക്. നമ്മള് ഷൂ ഊരിയിട്ടിട്ടാണ് ബൂട്ട് ഇടുന്നത്. നെക്സ്റ്റ് കൊണ്ടുപോകേണ്ടത്, അപ്പൊ തെർമൽ വെയറിന്റെ കാര്യം പറഞ്ഞു. ഗ്ലൗസ്, ഹാൻഡ് ഗ്ലൗസ് മസ്റ്റ് ആയിട്ടും കൊണ്ടുപോകണം. ആ ഹാൻഡ് ഗ്ലൗസ് നമ്മൾ ഒരേ പ്രാവശ്യം ഊരി പേയ്മെന്റ് ഒക്കെ കൊടുക്കാൻ നേടി മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഊരുമ്പോ തിരിച്ച് നമ്മൾ മറക്കാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ യൂസ് ടു അല്ലാത്തതുകൊണ്ട്. നല്ല ഒരു ലെതർ ഗ്ലൗസ് ഒക്കെ ആണെങ്കിൽ അത് ധാരാളം മതിയാകും. അതൊരു ഗ്ലൗസ് നിർബന്ധമായിട്ടും വേണം, വൂളൻ ഗ്ലൗസ് പോരാ അല്ലേ? വൂളൻ ഗ്ലൗസ് തണുക്കും സാർ. നമ്മളിപ്പോ മഞ്ഞത്തൊക്കെ പോകുമ്പോ നമ്മൾ മഞ്ഞ് വാരി കളിക്കുമ്പോൾ ഇത് മുഴുവൻ നനഞ്ഞു പോകും. അപ്പൊ പുറത്ത് അറ്റ്ലീസ്റ്റ് ലെതർ കവറിംഗ് ഉള്ള കവറാണെങ്കിൽ നമുക്കത്
കുഴപ്പമുണ്ടാവില്ലല്ലോ അത്. ശരി പിന്നെ ശരി. അതേപോലെ നമുക്കൊരു ഇപ്പൊ ചിലർക്ക് വേണമെങ്കിൽ ഇയർ പ്ലഗ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മങ്കി ക്യാപ്സ്. ശരി ചെവിയിൽ എക്സ്പ്രഷൻ നമ്മൾ ശ്രദ്ധിക്കണം, ചെവിക്കകത്ത് കൂടെ കാറ്റ് അകത്ത് കയറാണ്ട് നോക്കുക, പെട്ടെന്ന് തണുപ്പടിക്കും നമുക്ക്. ശരി ശരി. അപ്പൊ ചെവി കവർ ചെയ്യണ വൂളൻ ക്യാപ്സ്, പിന്നെ ലൈക്ക് ഷോൾസ്, ഈ കഴുത്ത് കവർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ടേർട്ടിൽ നെക്ക് ഇട്ടാലും കുഴപ്പമില്ല ഡ്രസ്സ്. അപ്പൊ മാക്സിമം അത് കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സസ് നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുക. മാക്സിമം ലീസ്റ്റ് ലഗേജ് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ആകെ 15 kg, ഫ്ലൈറ്റിലാ സാർ പോണെങ്കിൽ 15 കിലോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് അപ്പം നമ്മൾ ലഗേജ്, പിന്നെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോ നമുക്കത് കൂടും. അപ്പൊ മിനിമം ഇത്രയും സാധനങ്ങൾ മാത്രം ചെയ്യാന്നാണ്. പിന്നെ പോകുമ്പോ നമുക്ക് ഹീറ്റിംഗ് പാഡ് എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കാൻ കിട്ടും. ശരി, അതെങ്ങനെയാ വാങ്ങുക? ഹീറ്റിംഗ് പാഡ് ആമസോണിൽ ഹീറ്റിംഗ് പാഡ് അടിച്ചു നോക്കിയാല് ഹീറ്റിംഗ് പാഡ് കിട്ടും. അപ്പൊ ആ ഹീറ്റിംഗ് പാഡ് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇപ്പൊ ഗുൽമാർഗ്, സോനമാർഗിലൊക്കെ പോകുവാണെങ്കിൽ നമ്മൾക്ക് തണുപ്പ് ഭയങ്കര റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പാക്കറ്റ് പൊട്ടിച്ചൊന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാ വേണ്ടത് വെച്ചാൽ ഡ്രസ്സിന്റെ അടിയിലോ വയറ്റത്തോ എവിടെയാന്ന് വെച്ചാൽ അത് വെക്കാൻ പറ്റും. നമ്മുടെ ദേഹത്തിന്റെ ഉള്ളിലും അത് ഇടാൻ പറ്റും. അപ്പൊ ആ ഏരിയക്ക് നമുക്കൊരു കൂളിംഗ് കിട്ടും. കൈയൊക്കെ തണുത്താൽ അതിന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. ഷൂവിന്റെ അടിയിൽ എടുത്ത് വെക്കാറുണ്ട് ആൾക്കാർ. ഒരു 8 മണിക്കൂർ വരെയും അത് ചൂട് ഉണ്ടാകും, വൺ ടൈം യൂസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ചിലർക്ക് വേണമെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി ഹീറ്റിംഗ് പാഡ് കയ്യിലെടുക്കാം. പിന്നെ മസ്റ്റ് ആയിട്ടും ഒരു ഫ്ലാസ്ക് ഉണ്ടാവണം. നമ്മള് ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഫ്ലാസ്ക് കൊണ്ടുപോയിട്ട് ഔട്ടിങ്ങിന് പോകുമ്പോ അതിനകത്ത്, അതായത് തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ ചൂടുവെള്ളം കൊണ്ടുപോകണം. കാരണം ചൂട് നമുക്ക് ആ തണുപ്പ് ഉണ്ടാവാൻ നല്ലതായിരിക്കും ചൂടുവെള്ളം ഫ്ലാസ്കിൽ കൊണ്ടുപോവാണെങ്കിൽ. ഇതാണ് ബേസിക്കലി നമ്മള് കൊണ്ടുപോകേണ്ട ഡ്രസ്സും അത് ആക്സസറീസും റിലേറ്റഡ് കാര്യങ്ങൾ. ശരി. അതുപോലെ നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? കാരണം ചില പോയിന്റുകളിലൊക്കെ, ചില ടൂറിനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് വല്ലാതെ പറ്റിക്കപ്പെട്ടു പോകുന്നുണ്ട്. 2 വിധത്തിലാണ് പറ്റിക്കപ്പെട്ടു പോകുന്നത് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ അവർ അടിച്ചേൽപ്പിക്കുന്നത്. 2, ഓവർ പ്രൈസിങ്, നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കാറില്ല പലയിടങ്ങളിലും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ ഇവിടെ? ഈ ട്രിപ്പിൽ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ? ഓക്കെ, എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും നടക്കണ പോലെ തന്നെയൊക്കെയാണ്. എന്തായാലും കാശ്മീരില് നമ്മള് ഇറങ്ങിയിട്ട് നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് 2-3 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ ഏത് ടൂർ ഓപ്പറേറ്റർ ഇവിടുന്ന് കൊണ്ടുപോവാണെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വന്നത് ഒരു ടെമ്പോ ട്രാവലറോ അതിന്റെ ഒരു ഡ്രൈവറും ഉണ്ടാകും. അവരായിരിക്കും നമ്മളെ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോണത്. നമുക്ക് ഇവിടുന്ന് ഗൈഡ് വന്നാലും അവരുടെ കൺട്രോളിലായിരിക്കും. അപ്പൊ അവര് പറയുന്ന സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കാനും നട്ട്സ് വാങ്ങിക്കാനും ഒക്കെ അവര് കൊണ്ടുപോയി ഒരു കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. അപ്പൊ അവിടെയാണ് പറഞ്ഞ, മാഡം സബ്സെ ബഡിയ നട്ട്സ് യാ പേ മിൽത്താ ഹൈ എന്ന് പറഞ്ഞ് നമ്മളെ അവിടെ കൊണ്ട് നിർത്തും. അപ്പൊ നമുക്കും അറിയത്തില്ല, നമ്മളെല്ലാം അവിടെ പോയി ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ നിൽക്കും. അപ്പൊ എനിക്ക് പോയപ്പോ മനസ്സിലായത്, എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് ഇഷ്ടമാതിരി സാമ്പിൾസ്, വലിയ വലിയ കടയിൽ പോകുമ്പോൾ ഇഷ്ടമാതിരി സാമ്പിൾസ്, ബ്ലൂബെറി, റെഡ്ബെറി ഒക്കെ സാമ്പിൾസ് ഇഷ്ടമാതിരി നമുക്ക് കഴിക്കാൻ തരും. അതേപോലെ കശ്മീരി കവ, അതാണ് അവിടുത്തെ ഒരു ഫേമസ് സാധനം. അതൊക്കെ നമുക്ക് സാമ്പിൾ ഡ്രിങ്ക്സ് വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിച്ചു കഴിയുമ്പോ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കിയതാണ്. അവിടെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഇവര് പറയണ പ്രൈസ് ആണ്, അത് ഫിക്സഡ് പ്രൈസ് ആണ്, ബാർഗെയിനിങ് ഇല്ലാന്ന കടയിലാണ് ഇവർ കൊണ്ടാക്കണത് നമ്മളെ. അപ്പൊ ഈ പറയണ പ്രൈസിന് നമ്മൾ സാധനം വാങ്ങിക്കും. ഞാൻ കണ്ടൊരു കാര്യമാണ്, ഞാൻ ലാസ്റ്റ് ഇവിടെ നിന്ന് നോക്കി എന്തെങ്കിലും ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാമോന്ന്. അപ്പൊ ഞാൻ നോക്കി, ഈ ഡ്രൈവർ ലാസ്റ്റ് പോവാൻ നേരത്ത് അങ്ങേർക്ക് ഒരു ഏകദേശം ഒരു 450 അങ്ങനെ എങ്ങാണ്ട് രൂപീസ് കുറെ സാധനം ഇങ്ങനെ വാങ്ങിച്ചു. അപ്പൊ അയാൾ പൈസയൊന്നും കൊടുത്തില്ല. അവര് ഇഷ്ടമുള്ള കുറെ സാധനം, ഇയാൾ പറഞ്ഞ 2-3 സാധനമൊക്കെ പറഞ്ഞിട്ട് ഒരു കവർ ഇയാൾക്ക് കൊടുത്തു. അതായത് നമ്മുടെ കൂടെ ഉള്ളവര് കുറെ സാധനം വാങ്ങിച്ചിരുന്നു. ഒരു 5-6 കിലോ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അവര് വന്നു. അത് പോയ ഫസ്റ്റ് ഡേ തന്നെ. അപ്പൊ കുറെ പൈസ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പൈസയൊക്കെ മുടക്കിയിട്ട് വാങ്ങിച്ചു. അപ്പൊ എനിക്ക് എല്ലാവരുടെ പറയാനുള്ള ഒരു കാര്യം, ഇവിടെ ലുലു മോളിലൊക്കെ കിട്ടുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ്, അവിടത്തെ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെയും കിട്ടുന്ന കാര്യമാണ്. പിന്നെ അവിടെ കിട്ടാത്ത 2-3 കുറച്ച് നമുക്കിപ്പോ ലൈക്ക് ഈ കശ്മീരി കവ, അത് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പം അത് കേസർ, അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടുത്തെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പിന്നെ സാഫ്രണ്ട്, ക്രീം എന്നൊക്കെ പറഞ്ഞ ഇതെല്ലാം നമുക്ക് ആമസോണിലും എല്ലാം കിട്ടുന്ന സാധനം തന്നെയാണ്. നമ്മൾ അവിടെ പോയി ഫസ്റ്റ് തന്നെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാല് തിരിച്ചു വരുമ്പോ
നമ്മുടെ ഈ ലഗേജിൽ നമുക്ക് ഇത് കൊള്ളത്തുമില്ല. നമ്മൾ എയർപോർട്ടിൽ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് വരേണ്ട ആവശ്യമാണ്. ഓക്കെ നമ്മൾ ഓക്കെ. എപ്പോഴും മലയാളികൾക്ക് ഒരു ഇതാണ്, നമ്മൾ ടൂർ പോകുമ്പോൾ അയ്യോ നമ്മുടെ ഫ്രണ്ട്സിന് വേണം, വീട്ടിലെ ഫാമിലി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം എന്ന് ഓർത്തിട്ട് അതെ നമ്മളിങ്ങനെ അതെ. വാങ്ങിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം സാമ്പിൾ അവർ തരുന്നുണ്ട്. പിന്നെ നമ്മൾ അധികം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതേപോലെ ഇപ്പൊ നമ്മള് പശ്മിന ഷോള്, അതൊക്കെ അവിടുത്തെ ഫേമസ് ആണ് പശ്മിന ഷോള്. അത് ബ്രാൻഡഡ് ഷോപ്സിൽ ഇവർ കൊണ്ട് നിർത്തും. അവിടുന്ന് വാങ്ങിച്ചാൽ അതിനെല്ലാം നോ ഡിസ്കൗണ്ട് ആണ് ആ കടകളിലൊക്കെ. പക്ഷെ അതിന്റെയൊക്കെ മാർജിൻ ഈ കൊണ്ടുവന്ന ഡ്രൈവർക്ക് നമുക്ക് ഉണ്ടാകും. എവിടെ പോയാലും എനിക്ക് പിന്നെ ഒരു ഡെസ്റ്റിനേഷനിൽ പോകണം വഴിയരികിൽ ഇങ്ങനെ വിൽക്കുന്നുണ്ട് എല്ലാം കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ആയിട്ട്. പക്ഷെ എവിടെ പോയാലും അവര് പറയണ വിലയുടെ 1/3 പ്രൈസേ പറയാകൂ. 1/3 പ്രൈസ് പറഞ്ഞാൽ നമുക്ക് അവരുടെ പകുതി വിലയ്ക്ക് നമുക്ക് ആ സാധനം വാങ്ങിക്കാൻ പറ്റും. നമുക്ക് പോകുമ്പോ നമ്മുടെ കൂടെ പോണവ എല്ലാവരും ഒരേപോലെ നിന്നില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാള് അത് അവർ പറയണ വിലയ്ക്ക് വാങ്ങിച്ചാല് പിന്നെ ഒരിക്കലും നമുക്ക് അത് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോ ഒരാൾക്ക് കുറച്ച് സംസാരിക്കാനുള്ള കഴിവും ബാർഗെയിനിങ് പവറും ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് നമുക്കും കൂടെ വേണം എന്ന് പറഞ്ഞ് കുറച്ചിട്ട് വാങ്ങിക്കേണ്ടതാണ് നമുക്ക് നല്ലത്. അത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഷോപ്പിങ്ങിന് അവര് ലാസ്റ്റ് 2-3 സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് നിർത്തും. പോണ വഴിയിൽ നമുക്ക് കിട്ടും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ഈ ഫിക്സഡ് പ്രൈസ് ഷോപ്പിൽ വാങ്ങിച്ച സാധനം 400 രൂപയാണെങ്കിൽ ഈ വഴിയില് സെയിം സാധനം ലേബലോടുകൂടി 100 രൂപയ്ക്ക് നമുക്ക് വിൽക്കാനുണ്ടെന്ന് മനസ്സിലാവണത്. അത് ബാർഗെയിൻ ചെയ്താൽ പിന്നെ എനിക്ക് കുറച്ച് കിട്ടും. മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് ഇതിനൊന്നും അത്രയും വില ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? അത് ഞാൻ പിന്നെ പറഞ്ഞ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പം അവിടത്തെ നമ്മുടെ കേരളത്തിൽ കിട്ടാത്തൊരു സാധനം എൻജോയ് ചെയ്യാനാണ് നമ്മൾ പോണത്. അപ്പൊ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുമ്പോ നമുക്ക് അവിടെ കിട്ടാൻ മാത്രം ഒരു സാധനം എൻജോയ് മീൻസ് അതിനു വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യണതല്ലേ നല്ലത്. നമുക്ക് ഈ സാധനം നട്ട്സും എല്ലാം ഇവിടെ മാളിൽ കിട്ടും, ഓൺലൈനിൽ വാങ്ങിച്ചാലും കിട്ടും. അപ്പൊ നമുക്ക് മലയാളികളുടെ ഒരു ഹാബിറ്റ് ആണ് നമ്മൾ എവിടെ പോയാലും കുറെ സാധനം വാങ്ങിക്കണ ഒരു കാര്യം. ഈ പൈസ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ പോകുമ്പോ കുറെ ATV ബൈക്കും അങ്ങനെ സ്കീയിങ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊരിക്കലും നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ നമ്മള് സ്പെൻഡ് ചെയ്യാനാണ്. നമുക്ക് ഈ ഫുഡിന്റെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ യാത്രക്കിടയില്? ഓക്കെ. സോ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പോണ ഹോട്ടൽസിൽ മോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കോംപ്ലിമെന്ററി ആയിരിക്കും. പിന്നെ ആകെ ഉച്ചയ്ക്കുള്ള നൂൺ ലഞ്ച് ആയിരിക്കും നമ്മൾ പുറത്തുനിന്ന് കഴിക്കണത്. അത് രാവിലെ ഉള്ള ഹോട്ടലെല്ലാം മിക്കവാറും സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുമ്പം അതേപോലത്തെ നമുക്ക് കഴിക്കുന്ന ഹോട്ടലിലായിരിക്കും അവർ കൊണ്ടുപോകണത്. നമുക്ക് ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ അവിടുത്തെ ഫുഡ് മുഴുവൻ കടുകെണ്ണയിലായിരിക്കും അവർ പ്രിപ്പയർ ചെയ്യണത്. കടുകെണ്ണ. അപ്പം തണുപ്പും കൂടി ആകുമ്പോൾ നമുക്കത് ആക്ച്വലി ഡൈജഷന്റെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എത്ര എന്ന് വെച്ചാല് നമ്മൾ ഫസ്റ്റ് ഡേ പോണ സ്ഥലത്തെ ക്ലൈമറ്റ് ആയിട്ടില്ല. എസ്പെഷ്യലി സമ്മറിൽ പോകുമ്പോ ക്ലൈമറ്റ് വേരിയേഷൻസ് ഉണ്ട്. ആദ്യത്തെ ക്ലൈമറ്റ് നല്ല ചൂടായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഡേ പോണത് ഭയങ്കര തണുപ്പുള്ള സ്ഥലമായിരിക്കും. പിന്നെ അതിന്റെ അടുത്ത ദിവസം മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വേരിയേഷൻസ് വരുമ്പോൾ നമുക്ക് ഡൈജഷൻ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇങ്ങനെ രാജ്മ അങ്ങനെ ഹൈ പ്രോട്ടീൻ ഉള്ള കടുകണയെ കുക്ക് ചെയ്യണ ഫുഡ് കഴിച്ചാൽ ഡൈജഷൻ പ്രശ്നം വരാറുണ്ട്. അപ്പൊ പോകുമ്പോ നമ്മൾ എല്ലാത്തിനുള്ള മെഡിസിൻസ് കയ്യിൽ കൊണ്ടുപോവുക. കാരണം അവിടെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ കട മിക്കവാറും അടയ്ക്കും. സന്ധ്യ ആവുമ്പം തണുപ്പ് കാരണം എല്ലാവരും അടയ്ക്കും. പിന്നെ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ മരുന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഒത്തിരി ദൂരമാണ് പോണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാത്ത മെഡിസിൻസ് വിത്ത് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കയ്യിൽ കൊണ്ടുപോവാണെങ്കിൽ ലൂസ് മോഷൻ ലൈക്ക് വോമിറ്റിംഗ് ഫീവർ ഇതിനുള്ള ബേസിക് അല്ലാത്ത പേഴ്സണൽ എയിൽമെന്റ്സ് അല്ലാണ്ടുള്ള ജനറൽ കാര്യങ്ങൾക്കുള്ള മെഡിസിൻസ് വിത്ത് പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാണോ നമുക്ക് ക്യാരി ചെയ്യണമെങ്കിൽ? അല്ല, നമ്മള് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോ ചിലപ്പം അവിടെ നിൽക്കണ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. അപ്പൊ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ പറയുന്നത് ഏതാ കോമൺ മെഡിസിൻസിനും വേണ്ടി വരുമെന്നാണോ പറയുന്നത്? കോമൺ മെഡിസിൻസ് എന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ ഹാൻഡ് ലഗേജ് കൊണ്ടുപോകാണ്ടിരുന്നാൽ മതി. ഹാൻഡ് ലഗേജിൽ പോകുമ്പോഴാണ് ചിലപ്പോൾ ഇതൊന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ അവർ സമ്മതിക്കാത്തത്. അതേപോലെ ഹാൻഡ് ലഗേജ് നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബോഡിയിൽ സ്റ്റീൽ റോഡ് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ, കാരണം സെക്യൂരിറ്റി ഭയങ്കര ഹൈ ആണ് കശ്മീരിൽ. നമുക്ക് അവിടെ ഇറങ്ങുമ്പോൾ മനസ്സിലാകും. ഓരോ 5
മീറ്റർ ദൂരത്തിലും ഒരു CRPF തോക്ക് ചൂണ്ടി നമ്മുടെ നേരെ നിൽക്കണ്ടായിരിക്കും ബസ്സിലൊക്കെ ശരി പോകുമ്പോൾ. നമുക്ക് അപ്പൊ ഒരു ഭീകരമായ ഒരു അവസ്ഥ ശരി. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ശ്രീനഗർ സിറ്റി മൊത്തം എയർപോർട്ടിലും കംപ്ലീറ്റ് CRPF ആണ് ആഹാ കാണുന്നത്. ആഹാ. അപ്പം അതുകൊണ്ട് ചെക്കിംഗ് വളരെ സ്ട്രിക്റ്റ് ആണ്, വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അപ്പം നമ്മളെ ശരി ടു ബി ഓൺ ദ സേഫർ സൈഡ് ഉം. നമ്മളതൊരു പ്രിസ്ക്രിപ്ഷൻ എടുക്കുന്നത് നല്ലതാണ്. ഒരു ടൈപ്പ് ഓഫ് മെറ്റൽ അവർ അലൗ ചെയ്യില്ല പോകുമ്പോൾ. ശരി ശരി. ബാക്കി സ്ഥലങ്ങൾ പോലെയല്ല അതായത് ഒരു അങ്ങനെ പക്ഷെ ചെയ്യുന്നത്. എന്തെങ്കിലും സർജറിന്റെ ഭാഗമായിട്ടോ മറ്റേതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആ മെറ്റൽ പീസ് നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ടെങ്കിൽ പോലും ഇത് ആണ് അതിന്റെ ആണ് മെഡിക്കൽ റിപ്പോർട്ട്സ് കയ്യിൽ വെക്കണം എന്നുള്ളതാണ് അല്ലേ? എന്തെങ്കിലും നമ്മളിങ്ങനെ എയിൽമെന്റ്സ് കാരണം ഇട്ടിട്ടുണ്ടെന്ന് ഓക്കെ ചിലപ്പോ ഓക്കെ. എല്ലാരും ചോദിക്കണമെന്നില്ല, പക്ഷെ ചില കേസിൽ ചോദിച്ചവരും ഉണ്ട്. ശരി ശരി വി ഹാവ് ശരി. ടു ഗിവ് എൻ എക്സ്പ്ലനേഷൻ. അപ്പൊ നമ്മൾ വെറുതെ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യും. ആ. അങ്ങനെ പിന്നെ ശരി നമ്മളിപ്പം യൂഷ്വലി സൗത്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ രാത്രിയായിരിക്കും നമ്മൾ ഡൽഹി എയർപോർട്ട് എത്തണേ. ഡൽഹിന്ന് മോർണിംഗ് ഒരു 6:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഒരു 8:30 ആകുമ്പോഴാണ് കശ്മീർ എത്തുന്നത്, ശ്രീനഗർ. ശരി അപ്പൊ ചെന്ന അന്ന് തന്നെ അവര് നമ്മളെ സൈറ്റ് സീയിങ്ങിനാ കൊണ്ടുപോകണത്. റൂം എടുക്കില്ല, വൈകുന്നേരമാണ് കൊണ്ട് റൂം എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്നേ പോകുമ്പോ ചിലപ്പോ നമ്മൾ ഇവിടുന്ന് ജാക്കറ്റ് ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും, കാരണം ശരി ഇവിടത്തെ ക്ലൈമറ്റിൽ ആവശ്യമില്ലല്ലോ. ശരി. പക്ഷെ നമ്മൾ അങ്ങനത്തെ ജാക്കറ്റ് ഒക്കെ കൈ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നമ്മുടെ ഈ ലഗേജിനകത്ത് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല ചിലപ്പോ, ഓക്കെ അല്ലെങ്കിൽ ശരി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഉം, പിന്നെ ഉം, ഉം. ലഗേജിന്റെ വെയിറ്റ് വേണമെങ്കിലും കുറയ്ക്കാം, കൈ ശരി കൊണ്ടുപോവാണെങ്കിൽ. ഏറ്റവും ഹെവിയസ്റ്റ് സാധനം ശരീരത്തിൽ ഇടുവാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനും നമുക്ക് ഓക്കെ ശരി പറ്റും. ശരി. ഒരു കാര്യം കൂടി ഇപ്പൊ ചോദിച്ചോട്ടെ, നമ്മുടെ ഫുഡ് കഴിക്കുമ്പോ അവിടുത്തെ വെജിറ്റേറിയൻ ഫുഡ് ആണോ നോൺ ആണോ കൂടുതൽ സേഫ് സർ ആയിരിക്കുന്നത്? കശ്മീർ അല്ല, ഉം. കാശ്മീരി ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ ആ ശരിക്കും അത് ടേസ്റ്റി ആയിട്ട് വല്ലതും ഒരു നഷ്ടം തന്നെയാണ്. ആഹാ. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ സജഷൻ, അത് വരണ തലേ ദിവസം എന്നോ ടേസ്റ്റി ആണെങ്കിൽ നമുക്ക് ഹിൻഡ്രൻസിലാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ശരി അപ്പൊ ശരി. അതായത് കാശ്മീരി സ്പെഷ്യൽ ബിരിയാണി അതൊക്കെ ഉം. വളരെ നല്ലതാണ് ആഹാ കശ്മീരീസിന്റെ. പക്ഷെ ആഹാ. നമ്മളെ കഴിക്കുന്ന ഹോട്ടലിൽ സാധാരണ ഫുഡ് ആട്ടോ തന്നത്. അത് ഉം, ഉം, പ്രത്യേകിച്ച് അങ്ങനെ ഉം, സാധാരണ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് അങ്ങനെയൊക്കെയാ തരണത്. ശരി. ചാവൽ ഉണ്ടാകും, ഉം, ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ശരി അപ്പം ശരി സാലഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകും. അത് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. പക്ഷെ ഈ എക്സ്ട്രീം ക്ലൈമറ്റിൽ മാറണോണ്ട് കടുകെണ്ണ അതിനകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ശരി ചെറിയൊരു പ്രശ്നം. ശരി ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. എന്നാൽ അത് ശരി ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് നല്ലത്. പിന്നെ ശരി. അതേപോലെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഇവിടുന്നേ കൊണ്ടുപോകാൻ വേണമെങ്കിൽ. ആ ആ അപ്പൊ നമുക്ക് കുറെ ദൂരം ട്രാവൽ നമുക്ക് വിശക്കുമ്പോ ഒക്കെ നമുക്ക് ശരി. സ്നാക്സ് കഴിക്കാം. കാരണം ഉച്ചക്കത്തെ ലഞ്ച് നമുക്ക് പറയുന്ന സമയത്ത് നല്ല ഹോട്ടലിൽ കിട്ടിയെന്ന് വരില്ല. ശരി അപ്പൊ ശരി. നല്ല സ്ഥലത്ത് കിട്ടാത്തപ്പോ അവർ നല്ല ഹോട്ടലിൽ കൊണ്ട് നിർത്തണവരെ നമ്മൾ വിശന്നിരിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോ ഒന്നും കഴിക്കാൻ കിട്ടിയെന്ന് വരില്ല. ഉം, അപ്പൊ ഉം, നമുക്ക് ഉം. ഇവിടുന്ന് പോണതൊക്കെ 2-3 ഡേയ്സ് കൊണ്ട് കാലിയാക്കുന്ന വിധത്തിൽ നമുക്ക് കൊണ്ടുപോകാം. ശരി ശരി. ഇനിയിപ്പോ അവിടുന്ന് കഴിക്കാൻ പറ്റിയ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും പറയാനുണ്ടോ? സേഫ് എന്ന് വെച്ചാല് സാർ ഹോട്ടലിലായിരിക്കും അവർ തരുന്നത്. ഉച്ചയ്ക്ക് ഒരു ശരി. നേരമാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത്. അപ്പൊ ആ ഉച്ചയ്ക്ക് എന്ത് ഫുഡ് കഴിച്ചാലും അവർ കടുകണയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ശരി ശരി ശരി. അപ്പൊ ഓക്കെ. നമ്മള് കൂടുതലും അങ്ങനെ നോൺ വെജിറ്റേറിയൻ ഒക്കെ ചിലർക്ക് ഉം, ഉം, ഡൈജസ്റ്റ് ഉം. ആവില്ല എന്നൊക്കെ പറയും. ശരി അപ്പം നമ്മൾ അത് നോക്കി കഴിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് കഴിക്കുമ്പോൾ ഒരു വിധമൊക്കെ മനസ്സിലാവുമല്ലോ. ശരി നല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറന്റിൽ പോയി കഴിച്ചാൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ശരി ശരി. ഇനി നമ്മൾ സൈറ്റ് സീയിങ്ങിലേക്കൊക്കെ പോകുമ്പോ എന്തൊക്കെ പ്രത്യേകിച്ച് കരുതണം? ഓക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓക്കെ സർ, നമ്മള് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ശരിക്കും ഭൂമിയിലെ പാരഡൈസ് എന്ന് പറയണത് കശ്മീർ തന്നെയാണ്. ശരി. അപ്പം അവിടെ പോയിട്ടുള്ള ഞാൻ മാത്രമല്ല, ഞാൻ ഉം, ഉം. വേറെ കൺട്രീസിൽ പോയപ്പോഴും അവരും ഒക്കെ എല്ലാ കൊല്ലം ഓരോ രാജ്യങ്ങൾ പോവുകയാണെങ്കിലും ശരി കാശ്മീർ വീണ്ടും വീണ്ടും ഓരോ സീസണിൽ അവർ പോകുമ്പോൾ കാശ്മീരിന്റെ പ്രത്യേക ഭംഗിയാ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പോണ ഏപ്രിൽ സമയത്ത് കാശ്മീരിന്റെ എല്ലാ വിധത്തിലും ഭംഗി നമുക്ക് കാണാൻ പറ്റും. വേറെ സീസണിൽ പോയാൽ ഇത് കാണാനും പറ്റില്ല. മഞ്ഞ് കിട്ടും, നമുക്ക് ശരി സ്നോഫോൾ ഉണ്ടാകും. ശരി. നമുക്ക് ലൈക്ക് ഈ തൂലിപ് ഗാർഡൻ അത് ആകെ ഏപ്രിൽ മാത്രം കാണാൻ പറ്റുന്ന ഓ ഒരു അത് സംഭവമാണ്. ശരി. കാണാം. അപ്പൊ അതൊക്കെ നമ്മൾ ഒരിക്കലും ഇന്ദിരാഗാന്ധി തൂലിപ് ഗാർഡൻ അതിന്റെ പേര്, അത് ഒരിക്കലും ശരി മിസ് ആവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ശരി. അപ്പൊ ഈ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും അതിൻ്റെതായ കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഗൊണ്ടോള കേബിൾ റൈഡ് ഗുൽമാർഗിൽ ഉള്ളതാണ്. ഉം, 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 അപ്പൊ ഉം, ഇതൊക്കെ ഏകദേശം ഉം. ഗുൽമാർഗ് എന്നൊക്കെ പറയുമ്പോൾ 8600 ഓളം സീ ലെവലിനേക്കാളും ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. ശരി ഇത്രയും ശരി. ഹൈറ്റിലുള്ളതാണ്. അപ്പൊ ആ ഉം, ഉം. ഗുൽമാർഗിലൊക്കെ ഏഷ്യയുടെ ലോങ്സ്റ്റ് കേബിൾ കാർ റൈഡ് ഉള്ളത് ഗുൽമാർഗിലാണ്, ഗൊണ്ടോള ശരി റൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ശരി അവിടെ ശരി. നമ്മൾ പോകുമ്പം അതൊക്കെ ഉം, ഉം, നേരത്തെ, അതായത് കൊണ്ടുപോകുന്ന ടൂർ പാക്കേജുകാർ നേരത്തെ ബുക്ക് ചെയ്യണം ഗൊണ്ടോള ഉം, ഉം, റൈഡിന്. ഉം. ഓക്കെ, അത് അന്നേരം പോയാൽ നമുക്ക് തന്നെ package പോകാൻ പറ്റില്ല.
അത് ഒരു കാരണവശാലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു വിധത്തിലും ടിക്കറ്റ് അതിന് കിട്ടത്തില്ല. ശരി നമ്മൾ ശരി അവിടെ ചെന്നിട്ട് ഒരു 5 ഡേയ്സ് 6 ഡേയ്സ് മുമ്പ് പോയപ്പോൾ ആക്ച്വലി ഞങ്ങൾ പോയപ്പോഴും ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. ഗൊണ്ടോള റൈഡിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ പക്ഷെ അവിടുത്തെ ക്യൂ എന്ന് വെച്ചാൽ 5-6 മണിക്കൂറാ വെയിറ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു കേബിൾ കാറിൽ 4 നമ്മളിപ്പോ ബുക്ക് ചെയ്ത് പോയാലും ഈ 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ ലോങ് ക്യൂ ആണ്. കാരണം ഒരു കേബിളിനകത്ത് 4 പേർക്കേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ 4 പേര് കയറി ഫേസ് 1 പോയി ഇറങ്ങി തിരിച്ച് ആ കേബിൾ തിരിച്ചു വന്നാലേ അടുത്ത 4 പേർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ശരി 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 അപ്പൊ ബാക്കി എന്റെ വേറെ ഫ്രണ്ട്സ് ഒക്കെ പോയിരുന്നു. പോകാൻ പറ്റിയവര് പറഞ്ഞത് ഫേസ് 1 പോയിട്ട് ഫേസ് 2 നമ്മുടെ അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുത്തിട്ടാ പോകേണ്ടത്. ശരി 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 ഫേസ് 1 ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുത്തിട്ട് ഫേസ് 2 പോകണം. ശരി അവിടെ നമുക്ക് ഇഷ്ടമാതിരി സമയം സ്പെൻഡ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ഈ കേബിൾ കാറിൽ അത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ ചിലപ്പോൾ മിസ് ചെയ്തു എന്നിരിക്കും. ശരി ശരി പിന്നെ കേബിൾ കാറിൽ പോകുമ്പോൾ ഫേസ് 1 ഫേസ് 2 പോകുമ്പോൾ അവിടെ എങ്ങും വാഷ്റൂം ഫെസിലിറ്റീസ് ഇല്ല. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 6-7 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഇത്രയും തണുപ്പത്ത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് വാഷ്റൂമൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് ചൂടുവെള്ളം കൊണ്ടുപോവുക, മാക്സിമം വെള്ളം കുറച്ച് കുടിക്കുക പറ്റണ പോലെ. പിന്നെ എവിടെയെങ്കിലും അവസരം കിട്ടുവാണ്, ഒരു മറവ് കിട്ടുവാണെങ്കിൽ പോവാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ പോകും നമുക്ക്. അപ്പൊ എല്ലാരും പറ്റണ പോലെ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ, ഒഴിഞ്ഞ സ്ഥലം കിട്ടുവാണെങ്കിൽ അപ്പം ഓപ്പൺ എയറിൽ പോവാനായിരിക്കും നല്ലതെന്ന് എന്റെ ഒരു പേഴ്സണൽ സജഷൻ. നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. നമ്മൾ ഇതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ബാത്റൂം ഉണ്ടെങ്കിലേ പോകൂ എന്ന് വെച്ചിരുന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് അല്ലേ? അല്ല, ഓപ്പൺ എയറിൽ പോകേണ്ടി വരും സാർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് സുഖമായിട്ട് കംഫർട്ടബിൾ, ലേഡീസിനൊക്കെ എക്സ്പെഷ്യലി ഇല്ലേ ബുദ്ധിമുട്ടായിരിക്കും പോകേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് ലേഡീസൊക്കെയാണ്. അപ്പൊ ഞങ്ങള് ലേഡീസ് ഓൺലി ട്രിപ്പാ പോയത്. പക്ഷെ അങ്ങനെ പോയ തണുപ്പുള്ള സ്ഥലത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. എവിടെയെങ്കിലും പോയാൽ മതി എന്നുള്ള അവസ്ഥ വരും. അപ്പൊ അങ്ങനെ എനിക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കി അങ്ങ് പോവാനായിരിക്കും നല്ലത്. മെന്റലി അതിനുകൂടി പ്രിപ്പയർ ആവേണ്ടതുണ്ട്. ആണ്. പിന്നെ ഗുൽമർഗ് എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗുൽമർഗിൽ പോയാൽ നമുക്ക് അവിടെ കേബിൾ കാർ ഉണ്ട് ഒരു കാര്യം. പിന്നെ AFT ഉണ്ട്. AFT ബൈക്ക് എന്ന് പറഞ്ഞാൽ ഓൾ ടെറൈൻ വെഹിക്കിൾ ആണ്. 4 ചക്രത്തിൽ ഓടുന്ന ഡ്രൈവർ ഉണ്ട്. പുറകിൽ നമ്മളെ ഇരുത്തിയിട്ട് ആ മഞ്ഞുള്ള താഴ്വര മുഴുവനും അവര് കുറച്ചു നേരം ഓടിക്കും ആ ബൈക്ക് പുറകിലിരുന്ന്. അപ്പൊ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ എമൗണ്ട് എത്രയെന്ന് ഞാൻ ഓർക്കണില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് വേറെ എങ്ങ് പോയാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ പൈസ സ്പെൻഡ് ചെയ്ത് പോകണം എന്നാണ് ഞാൻ പറയണത്. പിന്നെ ലൈക്ക് ഐസ് സ്കീയിങ് ഉണ്ട്. പിന്നെ ഐസ് കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അതൊക്കെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. സേഫ് തന്നെയാണോ? നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന AFT ബൈക്ക് സേഫാ. അവര് ഡ്രൈവർ ഓടിക്കും, നമുക്ക് പുറകിൽ ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്താല് നമുക്കൊരു കൈനറ്റിക് ഹോണ്ട ഓടിക്കുകയാണെങ്കിൽ ഈ 80cc വണ്ടി ഓടിക്കാൻ അറിയുമെങ്കിൽ സുഖമായിട്ട് ആ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. കാരണം 4 ചക്രമുണ്ട്. അവരോട് പറഞ്ഞാൽ നമുക്കൊരു റിക്വസ്റ്റ് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരമൊക്കെ അവർ ഓടിക്കാൻ തരുമോ വണ്ടി. നമുക്കൊരു റീൽസ് ഷൂട്ടൊക്കെ എടുക്കണമെങ്കിൽ അവർ സമ്മതിക്കാൻ തരും. പിന്നെ ഐസിങ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് അവർ വന്നാൽ നോക്കി ഒന്നും നിൽക്കില്ല. നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആണെങ്കിൽ നല്ലതാണ്. ചിലപ്പം ഐസ് ആണെങ്കിലും നല്ല കട്ടിക്കായിരിക്കും പുറകെ എടുക്കണം. അടിച്ച് വീണാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. അവിടെ അത്ര സേഫ് ആയിട്ട് പുറമേ രാജ്യങ്ങളെ പോലെ അത്ര സേഫ് ആയിട്ടില്ല. ഹെൽമെറ്റ് ഒന്നും അല്ല ധരിച്ചിട്ടല്ല നമ്മൾ സ്കീയിങ്ങിന് ഇറങ്ങണത്. അതൊന്നും അവരില്ല. സ്കീ ബോർഡും ഇത് മാത്രം സ്കീം റോഡും മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അപ്പൊ അത് നമ്മൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ടൊക്കെ പോയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല കട്ടിക്ക് ഐസ് മറ്റേ കല്ലിൽ അടിച്ചു വീണ പോലെ ആയിരിക്കും നമ്മൾ അതിനകത്ത് അടിച്ച് വീഴുക. പിന്നെ സ്ലഡ്ജിങ് വലിച്ചുകൊണ്ട് നടക്കണതും അങ്ങനത്തെ സ്ലഡ്ജ് ഒക്കെ ഉണ്ട്. ഐസിൽ കൂടെ വലിച്ചുകൊണ്ട് നടക്കും. ഇരിക്കുമ്പോ അവര് വലിച്ചുകൊണ്ട് നടക്കും. അത് AFT ബൈക്കാണ് എനിക്ക് കുറച്ച് ഇഷ്ടമായത്. ആണ്. പണ്ട് നമ്മള് പാളയിൽ ഇരുത്തിയിട്ട് വലിച്ചുകൊണ്ട് പോയില്ലേ, അത് എക്സാക്ട്ലി അതുപോലെ സ്ലെഡ്ജിങ് ആക്ടിവിറ്റീസ്. പിന്നെ ഗുൽമാർഗിലുള്ള ഒരു കാര്യമാണ് ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്. ഹെലികോപ്റ്ററിൽ ഇതൊരു 15 മിനിറ്റ് നമുക്ക് റൈഡ് കിട്ടത്തുള്ളൂ. അവിടെ വലിയ ക്യൂ ഇല്ല ഹെലികോപ്റ്റർ റൈഡിന്. അതിന് പക്ഷെ ലാസ്റ്റ് ഇയർ നമ്മൾ പോയപ്പോ ഒരാൾക്ക് 7,000 ആയിരുന്നു ഒരു പേഴ്സൺ. അതിനകത്ത് വെയിറ്റ് നോക്കിയിട്ട് അതിനകത്ത് അവർ കേറ്റത്തുള്ളൂ. ആൾക്കാരുടെ വെയിറ്റ് നോക്കിയിട്ട്, അതായത് ഒരു പൈലറ്റ് പ്ലസ് 4 പേരെ കേറ്റത്തുള്ളൂ. ഒരാളെ ഫ്രണ്ടിൽ ഇരുത്താം, 3 പേർക്ക് ബാക്കിൽ ഇരുത്താം. കുട്ടിയാണെങ്കിൽ പോലും അത്ര റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ ആ ഹെലികോപ്റ്റർ റൈഡില് ഞാൻ ഗൊണ്ടോള കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഹെലികോപ്റ്റർ റൈഡാണ് ചെയ്തത്. അപ്പം ഗൊണ്ടോള റൈഡിൽ ഈ ഹെലികോപ്റ്ററിൽ പോകുമ്പോ
നമ്മൾ ഈ കേബിൾ കാറിൽ പോയവരെയൊക്കെ ഫേസ് 2 വരെയൊക്കെ ഫേസ് 3 വരെയും പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അതൊക്കെ താഴെ കുഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിലും മുകളിൽ നമുക്ക് ആ ഫുൾ കാശ്മീർ കറങ്ങാൻ പറ്റും. ശരി ശരി. അവിടെ അവിടെ എത്ര അധികം രൂപയാന്ന് ക്യൂ ഇല്ല. പറഞ്ഞത്? 7,000. ഏതാ 7,000 റുപ്പീസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. 7,000 ആയിരുന്നു ലാസ്റ്റ് ഇയർ. അത് ഫിക്സഡ് പ്രൈസ് ആണ്, കുറക്കില്ല അവര്. നെഗോസിയേഷൻ നടക്കില്ല. നെഗോസിയേഷൻ ഇല്ല. ഗോണ്ടോള റൈഡ് എനിക്ക് തോന്നുന്നു 800 ഉണ്ടാന്ന് തോന്നുന്നു. 700 ആയിരുന്നു ലാസ്റ്റ് ഇയർ ഫേസ് 1 വരെയുള്ളത്. ഫേസ് 2 800 എങ്ങാണ്ട്. അതിനും നെഗോസിയേഷൻ ഒക്കെ ഫിക്സഡ് പ്രൈസ് ആണ്. ശരി AFT ബൈക്കും ഒക്കെ ഓൾമോസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഫിക്സഡ് റേറ്റ് ആണ്. അത് അവര് കംപ്ലീറ്റ് AFTക്കും ഫിക്സഡ് റേറ്റ് ആണ്. പിന്നെ നമ്മൾ ചില നല്ല ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറെ ഫോട്ടോയും സെൽഫി അങ്ങനെയൊക്കെ എടുക്കാനൊക്കെ സമ്മതിക്കും, നമ്മൾ ഓടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഗുൽമാർഗില് ഇത്ര സാധനങ്ങളെ കാണാനുള്ളൂ ആക്ച്വലി അവിടെ. നമ്മൾ ഈ കുറെ നേരം ക്യൂ നിന്നൊക്കെയാണ് കുറെ സമയങ്ങൾ പോണത്. അപ്പൊ ബൈക്കിൽ പോയാൽ അവിടെ മൊത്തം ഗുൽമാർഗ് അവർ കറക്കി കാണിച്ചിട്ട് വരും. താഴ്വരയിൽ എത്ര സമയം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുക ബൈക്കില്? AFT എനിക്കൊന്ന് ഒരു 20 മിനിറ്റ്സ് ഒക്കെ അവർ ഓടിക്കും, അത്രേ ഉള്ളൂ. ഓടിച്ച് ചുറ്റും കാണിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എത്ര നേരം വേണം സ്പെൻഡ് ചെയ്യാം. തിരിച്ച് നമ്മളെ ഒരു സ്പോട്ടിൽ കൊണ്ടുപോയിട്ട് സ്കീയിങ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവർ വെയിറ്റ് ചെയ്യും. നമ്മൾ സ്കീ ചെയ്ത് വന്നവരെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് തിരിച്ച് നമ്മളെവിടെ കൊണ്ടാക്കും. എനിക്ക് തോന്നുന്നു ഞാനൊരു 40 മിനിറ്റ്സ് ഒക്കെ എടുത്തായിരുന്നു കൊണ്ടുപോയിട്ട് മറ്റേ സ്ഥലത്ത് സ്കീ ചെയ്യുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. ശരി ശരി. ഓക്കെ സർ. അതേപോലെ സോൻമാർഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സോൻമാർഗ് അവിടെയും നമ്മൾ പോകുമ്പോൾ അവിടെയും ഒരു ബൈക്ക് ഉണ്ട്. ആ ബൈക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ എത്രയും 8,960 സ്ക്വയർ ഫീറ്റ് മുകളിലാണ് സീ ലെവലിനേക്കാളും. അവിടെ ഫുൾ മഞ്ഞ് മാത്രമേ ഉള്ളൂ പോയെന്ന്. അവിടെ ഒരു ബൈക്ക്, ഒരു ഐസ് ബൈക്കാണുള്ളത്. അതിന്റെ മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോ നമുക്ക് ശരിക്കും ഭയങ്കര പേടിയാവും. കാരണം ഡ്രൈവർ ഉണ്ടാവും, അല്ല പുറകിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. അത്ര അവര് ഒരു ഭയങ്കര കെയർലെസ് ആയിട്ട് ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടല്ല നമ്മൾ പോണത്. ശരിക്കും പറഞ്ഞാൽ നല്ല റിസ്ക് ഉണ്ട് അതിനകത്ത്. പക്ഷെ എന്നാലും അങ്ങ് മോള് വരെ, അതായത് ഐസ് മലയുടെ മോള് വരെയും പോയി നമുക്ക് കുറെ ഐസിൽ കളിക്കാനും ഒക്കെ പറ്റും. തിരിച്ചു വരുമ്പോൾ നമ്മൾ അതേപോലെ അത്രയും നേരം ക്യൂ നിൽക്കണം. കാരണം 1 by 1 ഓരോരുത്തരെയാണ് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നത്. അല്ല കുറെ ഒരു 10 ബൈക്ക് ഉണ്ട്. ബൈക്ക് കുറെ ദൂരം വരെയും സ്പോട്ടിൽ നമ്മൾ ഇറക്കിയിട്ടിട്ട് തിരിച്ചു വരുന്ന നേരം ഉണ്ടല്ലോ. അപ്പൊ അത് കുറെ പേരുണ്ട്. പക്ഷെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആ. നമ്മള് സത്യം പറഞ്ഞ ജീവൻ കൈപിടിച്ചിരിക്കുന്നത്. ഏതാ സർ? ഒരു ബൈക്കിൽ ഒരു സമയം ഒരാളെ കയറി പോകാൻ പറ്റുള്ളൂ? ആണ്. രണ്ട് ബൈക്ക്, നമ്മൾ സാധാരണ ബൈക്ക് പോലെ ഐസി കൂടെ പോണത്. പക്ഷെ അവര് പോണത് നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോ അല്ലേ ആ സൈഡിൽ കൂടെ ഇടിഞ്ഞു കാണും. വന്ന സ്ഥലത്ത് പോകുമ്പോ പിന്നെ ഇവര് നമ്മളെ ബൈക്കിൽ നിർത്തിയിട്ട് ഇവന്മാര് തന്നെ കാല് വെച്ചിട്ട് ഇട്ടിട്ട് അതിന്റെ കൂടെ പിന്നെ എടുത്തുകൊണ്ട് പോകും. ചിലപ്പോ ഒന്ന് മറിഞ്ഞ് അങ്ങോട്ട് വീഴാനും സാധ്യതയുണ്ട്. അത്ര ബാക്കി കൺട്രീസിൽ അത്ര സേഫ് ആന്ന് എനിക്ക് തോന്നണില്ല. എന്നാലും നമുക്കൊരു റിസ്ക് ആയിട്ട് എടുത്തിട്ട് പോകാം ഐസ് ബൈക്കില്. AFT കുഴപ്പമില്ല. പിന്നെ അതേപോലെ പിന്നെയുള്ള സ്ഥലമാണ് പെഹൽഗാവ് എന്ന് പറഞ്ഞൊരു, അത് ഏകദേശം ഒരു 60 കിലോമീറ്റേഴ്സോളം ഉണ്ട് ഫ്രം കശ്മീർ സിറ്റി ടു. അവിടെയാണ് ഉള്ളത് ലൈക് ABC വാലി എന്ന് പറയും. അരു വാലി, ബേതാബ് വാലി ആൻഡ് ചന്ദൻ വാരി. ആ ചന്ദൻ വാരി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9,000 ഫീറ്റ് ഹൈയിലാണ്. അവിടെ പോകുമ്പോൾ നമുക്ക് മഞ്ഞുമഴ കിട്ടും. നല്ല ഭയങ്കര രസമുള്ള സാധനം. മഞ്ഞുമഴ മിക്കവാറും അവിടെ പോകുമ്പോൾ കിട്ടും, ഈ സമ്മറിലാണെങ്കിൽ പോലും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഡ്രസ്സ് പറഞ്ഞ കൂട്ടത്തില് നമ്മളൊരു റെയിൻകോട്ടും കൂടെ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. നമ്മുടെ നല്ല റെയിൻകോട്ട് വേണം, അതൊരു ബേസിക് റെയിൻകോട്ട് മതി? അല്ല, നമുക്ക് സാധാരണ ഇവിടെ ഒരു 100 റുപ്പീസിനൊക്കെ റെയിൻകോട്ട് കിട്ടുമല്ലോ. അപ്പൊ അത് ഈ ഡ്രസ്സിന്റെ മുകളിൽ ആ റെയിൻകോട്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നായിരിക്കും മഴ വരുന്നത്. നമുക്ക് കുടയിലൊന്നും കാറ്റത്തൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റില്ല കുടയായിട്ടൊക്കെ. അപ്പൊ ആ റെയിൻകോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നനഞ്ഞാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ ജീൻസ് ഒക്കെ ഇട്ടാ മഞ്ഞിക്കൂടെ നമ്മൾ ഒഴുകുകയൊക്കെ ചെയ്യുമ്പോൾ മൊത്തം നനഞ്ഞു പോകും. റെയിൻകോട്ട് ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ ഇറങ്ങിയ സമയത്ത് കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞ് വരാൻ തുടങ്ങി. അങ്ങനെ മഞ്ഞുമഴ. അപ്പൊ നമുക്ക് പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ അവരൊരു ഒരു ചെയർ കാർ ഉണ്ടായിരുന്നു, ഒരു ചെയർ പോലത്തെ ഒരു ചെയർ കാർട്ട്. ആ ചെയറിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ ചന്ദൻ വാലി കുറെ സ്റ്റീപ്പ് താഴത്തോട്ട് വരെയും പോകേണ്ട സ്ഥലമുണ്ട്. അത് 20 മിനിറ്റിനെങ്ങാണ്ട് അവരൊരു നമ്മൾ ഹയർ ചെയ്താല് നമ്മളെ ഇരുത്തിയിട്ട് കൊണ്ടുപോകും. അപ്പൊ ആ സ്പോട്ടിൽ ചെന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാം. തിരിച്ച് ഇവര് ഉന്തിക്കൊണ്ട് വരും. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഈ ബൂട്ട് ഇട്ടിട്ട് ആ ഐസിൽ കൂടെ നടക്കാൻ നമുക്ക് പറ്റില്ല. അതായത് നമ്മുടെ വീൽ ചെയർ മാതിരിയുള്ള സംഭവമാണോ? വീൽ ചെയർ എന്ന് വെച്ചാൽ മരത്തിന്റെ ചെയറാണ്, താഴെ സ്ട്രെയിറ്റ് ആയിരിക്കും.
ആ ഹാ വീൽ ഹാ ഹാ കാർട്ട് ആ അവരുടെ ശരി ശരി അതിനകത്ത് ശരി അതുമെല്ലാം ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞാല് കുറച്ച് റേറ്റ് കൂടുതലാണ് അത് ആ ശരിക്കും ഹാ പറഞ്ഞാൽ. ആ അത് ഹാ നമ്മള് ബാർഗെയിൻ ചെയ്താൽ അത് കുറച്ച് കിട്ടും. നമ്മൾ ഒരു ശരി ഗ്രൂപ്പായിട്ട് ഉം ഉം. ഇത്രയും തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവര് ബാർഗെയിൻ ചെയ്യുന്ന അനുസരിച്ച് ആൾക്കാർക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട്. ശരി അപ്പൊ ശരി ഈ എല്ലാ സ്പോട്ടിലും നമുക്ക് ബൂട്ട് കിട്ടുന്നുണ്ട്. ആ ഹാ 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 അപ്പൊ നമ്മള് ബൂട്ട് ഒരേ സ്പോട്ടിലും ബൂട്ട് ഉണ്ട്. ഇപ്പൊ സോൻമാർഗിലും ഗുൽമാർഗിലും ഒക്കെ ബൂട്ട് ഉണ്ട്. ഈ ശരി ചന്ദൻവാരി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാല് ആ ആ പോയിന്റിൽ നിന്നാണ് നമ്മള് അമർനാഥ് ടെമ്പിളിലേക്ക് പോണത്. ശരി ശരി അവിടെ ശരി അവിടെ വരെ വണ്ടിയുള്ളൂ, ആ ഹാ 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 റോഡ് ആക്സസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മള് അമർനാഥ് യാത്രയൊക്കെ അവിടെ നിന്നാണ് പൈതൽ പോണ്ടത്. അപ്പൊ ശരി ശരി ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ പെഹൽഗാവ് ഒരു വില്ലേജ് ഉണ്ട്. ഒരു ഉം പെഹൽഗാവ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാ ഉം നമ്മൾ പോണ വണ്ടിയിലല്ല പോണത്. ഈ ഓഫ് റോഡ് പോണ ജീപ്പിലായിരിക്കും നമ്മൾ ഈ ഉം. ചന്ദൻവാരിയിൽ പോണത്. ശരി അന്ന് ശരി വെച്ചാൽ ഈ ഇതായത് ചെയിൻ ഉണ്ടാകും, ആ ഗ്രിപ്പ് ശരി കിട്ടാൻ വേണ്ടിയിട്ട് ആ ജീപ്പിന്റെ ടയറിൽ ചെയിൻ ഉണ്ടാകും. ഓ അത് ശരി ആ ഹാ 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 ആ എന്നാലേ ഗ്രിപ്പ് കിട്ടത്തുള്ളൂ. മഞ്ഞിന്റെ ആ അത്രയും മുകളിൽ കൂടിയാണ്, മഞ്ഞിക്കൂടെ തന്നെയാണ് പോണത്. ആ ഹാ 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 ആ ആ എന്നാ കുറെ ഹെയർ പിൻ ബെൻസും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര ഹയസ്റ്റ് പോയിന്റ് അത്. പിന്നെ ശരി അതേപോലെ ABC വാലി, അരൂബാലിന്റെ ബേതാബ് വാലി. ബേതാബ് എന്ന് പറഞ്ഞാല് കുറെ ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ബേതാബ് വാലി. ശരി അതൊരു ഹിന്ദി സിനിമയിലെ ബേതാബ്, ആ ഹാ അതിന്റെ പേരാണ് ഈ ബേതാബ് വാലിക്ക്. അത് ആക്ച്വലി ഒരു പാർക്ക് പോലെയൊക്കെയാണ്. കുറച്ച് ഫോട്ടോഗ്രാഫിയും അങ്ങനെയൊക്കെ എടുക്കാൻ ഒരു രസമുള്ള ഒരു സ്ഥലം. നല്ലൊരു വാലിയും അങ്ങനത്തെ ഒരു താഴ്വാരവും ഉം കുറച്ച് ഉം അരുവി അങ്ങനെയൊക്കെ ഒഴുകുന്ന ഒരു നല്ല സ്ഥലമാണ് ബേതാബ് വാലി. ശരി അവിടെ തന്നെ നമുക്കൊരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മിനി ഉം ഉം സ്വിറ്റ്സർലാൻഡ്. ഉം ഉം അത് ഉം. പോണെങ്കിൽ നമ്മൾ പോണിയുടെ മുകളിൽ പോണം. അപ്പൊ പോണിയില് ആ മിക്കവാറും ഉം പാക്കേജ് പോണവര് ഐതർ ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. ശരി ABC വാലി കാണാൻ പറയും, അല്ലെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡ് കാണെങ്കിൽ നമ്മൾ ഈ പോണിയുടെ മുകളിൽ കയറി ഇരുന്ന് ഉം ഉം കുറേ ദൂരം പോണിയുടെ മുകളിൽ കൂടെ ഉം ഉം ഉം. കൊണ്ട് നടന്നിട്ട് തിരിച്ചു കൊണ്ടുവരും. അതാണ് ഈ ശരി പോണി മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. കുറെ ശരി പശുക്കളും അങ്ങനെ ഗ്രീൻ ഗ്രാസും അങ്ങനെയൊക്കെ കാണുന്ന ഒരു ഏരിയ ആണ്. ശരി. പോണി നമ്മൾ എന്ന് പറഞ്ഞാൽ പോയപ്പോ അത് ഒരാളുടെ ബാക്കിൽ കെട്ടിവെച്ച് കൊണ്ടുപോകുന്ന അതാണോ? പോണി എന്ന് പറഞ്ഞാല് ലൈക്ക് ഇറ്റ്സ് ഇൻ ബിറ്റ്വീൻ ഹോഴ്സ് ആൻഡ് ആ ഹാ ഡോങ്കി. ആ അതാണ് ഓക്കെ പോണി. ഓക്കെ 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 ഞാൻ പോണി ഡോളി എന്ന് പറഞ്ഞൊരു സാധനം, ഡോളി എന്നല്ലേ അതിന് പറയുന്നത്? അല്ല അല്ല ഡോളി അത് ആ പുറത്ത് നമ്മൾ ചുമന്നുകൊണ്ട് ആ, പോണത്. അതെ ആ പോണി എന്ന് പറഞ്ഞ മറ്റേ ഡോങ്കിയാ. ആ ഓക്കെ മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നമ്മളെ വലിച്ചോണ്ട് പോകും. അതും ഉം. അവര് പറയണ റേറ്റ് ആണ്. കുറെ പേര് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ വരും. ആ ഹാ അപ്പൊ ഹാ ഈ പെഹൽഗാവില് പറയുമ്പോഴാണ് നമുക്ക് ഈ മനസ്സിലാവുന്നത്, ഈ നട്ട്സ് ഒക്കെ നമ്മൾ അവിടെ അത്രയും 1000 രൂപ കൊടുത്ത് വാങ്ങിച്ച ഉം. നട്ട്സ് ഒക്കെ നമുക്ക് ഉം. ഇവിടെ 200 രൂപയ്ക്കൊക്കെ കിട്ടും. ഓ ഓ ആ ഹാ 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 അത് ആ. ലൂസായിട്ടായിരിക്കും ഇവര് വന്ന് വിൽക്കണത് ആക്ച്വലി. ശരി 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 അപ്പൊ ശരി ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവണത് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ. അപ്പൊ ശരി പോണിക്ക് വേണമെങ്കിൽ കേറണമെങ്കിൽ കേറാം. പക്ഷെ ഉം ഉം. പോണിയിൽ അത്രയും ദൂരം നമ്മൾ നടന്നു വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നടുവേദന എടുക്കും. എനിക്ക് തോന്നുന്നു ആ ഹാ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ആ പോണിയുടെ പോണി മുകളിൽ കയറി അതെ അതെ പോണത്. അതെ 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 ആ ഹാ. ഇത് ഇവിടെ മിനി അതിന് സ്വിറ്റ്സർലാൻഡ് പകരം പോണിയിൽ പോകുന്നതായിരിക്കും. പോകുന്നതിന് പകരം എങ്ങനെ പോകാന്ന് പറഞ്ഞത്? അല്ല, ABC വാലി, ആ അതായത് അരുവാലി, ബേതാബ് വാലി ആൻഡ് ചന്ദൻ വാരി, ആ 3 സ്ഥലമാണ് ABC വാലി എന്ന് പറഞ്ഞ പെഹൽഗാവിലുള്ളത്. ശരി അത് മിക്ക ടൂർ ഓപ്പറേറ്റേഴ്സും പെഹൽഗാവിൽ ഒരു ദിവസം സ്റ്റേ ആണ്. ബാക്കി ഓക്കെ ഓക്കെ 4 ദിവസം ശ്രീനഗറിലായിരിക്കും. ആ ഹാ അപ്പൊ ഹാ ഈ ABC വാലി പോണെങ്കിൽ പെഹൽഗാവിൽ തന്നെ താമസിക്കണം. ഉം 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 ഉം. അപ്പൊ അവിടെ തന്നെ ഒരു പോയിന്റിൽ എത്തുമ്പോ വേണമെങ്കിൽ നമുക്ക് പോണിയിൽ പോയിട്ട് നമുക്ക് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് അവര് പറയണത്. അതിന് ഒരു ശരി ഇങ്ങനെ ഒരു ഉം. പഴയ ഒരു സ്വിറ്റ്സർലാൻഡ് പോലത്തെ ഒരു ആ സ്ഥലത്ത് പോണിയിൽ 1.5 മണിക്കൂറൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. പോണീന്റെ മുകളിൽ 1.5 മണിക്കൂർ യാത്രയാണോ അല്ലേ? ആ അത് അവര് കുറെ നേരം കൊണ്ടുപോകാൻ 40 മിനിറ്റ് പോകും, തിരിച്ച് ആ അതേപോലെ എടുക്കും. അങ്ങനെ മൊത്തം ആ ഒരു 1.5 മണിക്കൂറൊക്കെ ആ ശരി ഉണ്ടാവുമായിരിക്കും. ശരി ശരി പക്ഷെ ശരി അത് എനിക്ക് പോയാലും എനിക്ക് എൻജോയ് ചെയ്യണത് മറ്റേത് പോണത് തന്നെയായിരിക്കും. ശരി 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 പിന്നെ ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നിറയെ കടുക് പാടങ്ങൾ കാണാൻ പറ്റും. ആ ഹാ യെല്ലോ കളറിൽ നല്ല അതിമനോഹരമായ സ്ഥലം. അത് അവരെ നിർത്തിത്തരും, ശരി നമുക്ക് ഇറങ്ങി അതിന്റെ ഫോട്ടോഷൂട്ട്സും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. ശരി ആ തിരിച്ചു വന്ന വഴിയിൽ നമുക്ക് ഇങ്ങനെ ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ പറ്റും. ആ ആ ആ ആ. ആപ്രിക്കോട്ട് ശരി ഒക്കെ ശരി കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ നമ്മൾ ഈ പോണ സീസണിൽ ഉം. അതൊന്നും പൂത്തിട്ടുണ്ടാവില്ല. അത് മീൻസ് അതൊന്നും ഏപ്രിലില് ആ ഏപ്രിലിൽ അതൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉം. ശരി ഓക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരി ശരി ആപ്പിൾ ഉണ്ടായി കാണില്ല, അത് കാണാൻ ശരി പറ്റില്ല നമുക്ക്. ശരി ശരി ഉണ്ടാവേണ്ടവര് തുടങ്ങിയുള്ളൂ. ബാക്കി സീസൺസിലാണ് ആപ്പിൾ ഉണ്ടാവണത്. ശരി ശരി ഇത്രയാണ് ശരി ഓൾമോസ്റ്റ് ലൈക്ക് ജേർണിനെ പറ്റി പറയാനുള്ള. പിന്നെ അതേപോലെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലില് ആ ആ. എല്ലാത്തിലും ബെഡ് ഹീറ്റേഴ്സ് ഉണ്ട്. ശരി ശരി ഉം. അത് നമ്മൾ എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തരില്ല നമുക്ക്. ഓ അത് എല്ലാ ശരി ബെഡിന്റെ അടിയിലും നമുക്ക് ഹീറ്റർ ഇട്ട് കിടന്നാണ് നമുക്ക് സുഖമായിട്ട് ചൂടായിട്ട് വാംത്ത് ആയിട്ട് ഉറങ്ങാൻ പറ്റും. ആ പിന്നെ ഹാ എല്ലാ റൂംസിലും ചൂടുവെള്ളം അവൈലബിൾ ആണ് എല്ലാ സ്ഥലത്തും.
പക്ഷെ നമുക്ക് മേല് കഴുകാൻ തന്നെ നല്ല കൈയൊക്കെ തണുത്തു പോകും. നല്ല ശരി ശരി ചൂടുവെള്ളത്തിൽ നമുക്ക് ബ്രഷ് മുഖം കഴുകാം, മേലൊക്കെ കഴുകാം, ശരി ശരി. അങ്ങനെയൊക്കെ. പിന്നെ ഒരു കാരണവശാലും മലയാളീസിന് ഒരു സ്വഭാവമുണ്ട്, എവിടെ ചെന്നാലും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. വാഷ് ചെയ്താല് ഉണങ്ങി. 3 ഇരട്ടി വെയിറ്റ് കൂടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് ഉണങ്ങുകയില്ല. 5 ദിവസം ഉണങ്ങണ കാര്യം നമ്മൾ ആലോചിക്കുകയോ വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞ എല്ലാം ഇന്നേഴ്സ് എല്ലാം 5 ഡേയ്സിലുള്ള കംപ്ലീറ്റ്ലി എടുത്തോളാൻ, വാഷ് ചെയ്യാൻ നോക്കരുത് എന്നുള്ളത്. ശരി ശരി. കുളിക്കാൻ പറ്റും നമുക്ക്, പക്ഷേ നമ്മൾ ഈ സമ്മറിൽ പോയപ്പോ മേലൊക്കെ കഴുകി നമ്മൾ എല്ലാ ദിവസവും ആഹാ ചൂടുവെള്ളത്തിൽ മേല് കഴുകാൻ പറ്റിയിരുന്നു. ആഹാ. അപ്പം അത്ര വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള തണുപ്പ് പറ്റുമായിരുന്നു. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊണ്ടുപോകണ കൂട്ടത്തിൽ സൺസ്ക്രീൻ കൊണ്ടുപോകണം ആൻഡ് മോയ്സ്ചറൈസിങ് ക്രീമും. മോയ്സ്ചറൈസിങ് ക്രീം മസ്റ്റ് ആയിട്ടും കൊണ്ടുവന്ന് ഈവൻ ലിപ് ബാമും യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ശരി നമ്മള് മഞ്ഞത്ത് പോകുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ചുളുങ്ങിയും പോകും, ശരി. പിന്നെ ഡാർക്ക് ആകും. നമ്മൾ ഇവിടെ വരുമ്പോ അറിയാം നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് കറുത്തു പോകും. അവിടെ ഉള്ളവർ നല്ല വെളുത്തായിരിക്കണം, നമ്മൾ പക്ഷെ ഇങ്ങനെ എക്സ്ട്രീം, ചില ദിവസം വെയിലായിരിക്കും, തണുപ്പായിരിക്കും, വരുമ്പോ നമ്മൾ ഡാർക്ക് ആയി പോകും. അപ്പൊ സൺസ്ക്രീൻസ് മസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയിരിക്കണം ശരി അതിൽ ശരി. കൂടെ പോകുമ്പോ. അതുപോലെ ഈ സീ ലെവലിൽ നിന്ന് ഇത്രയും ഹൈറ്റിൽ പോകുമ്പോൾ ഡെൻസിറ്റിന്റെ പ്രശ്നം വരില്ലേ? മർദ്ദ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? അതാ ഞാൻ പറഞ്ഞ സാർ, നമ്മൾ പോണേക്കാൾ ഒന്ന് ഫിസിക്കലി ഒന്ന് പ്രിപ്പയർഡ് ആവണം. ദിവസം ഒരു അരമണിക്കൂർ നടക്കുക, ഓക്കെ ഒന്ന് പ്രാണായാമം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സാധാരണ നോർമലിനേക്കാളും കുറച്ച് ഫിറ്റ് ആയിരിക്കും. ശരി എനിക്ക് തോന്നുന്നില്ല ആർക്കും അങ്ങനെ, ഞാനും കോൾഡ് സെൻസിറ്റീവാ, എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ശരി ആർക്കും അങ്ങനെ ആസ്മ പേഷ്യൻസ് ഒന്നും അങ്ങനെ കുഴപ്പമുണ്ടെന്ന് തോന്നില്ല. അങ്ങനെ കൂടെ വന്നവർക്കൊന്നും വലിയ ഇഷ്യൂ ഉണ്ടായില്ല. പിന്നെ അവർക്ക് വേണമെങ്കിൽ ഇൻഹേലേഴ്സ് ഒക്കെ കൊണ്ടുപോകണവരുണ്ടല്ലോ, ശരി ശരി വേണമെങ്കിൽ ശ്വാസം മുട്ടലുള്ള പ്രശ്നം ഉള്ളവർക്ക് ഇൻഹേലർ കൊണ്ടുപോകാം വിത്ത് പ്രിസ്ക്രിപ്ഷൻ ശരി. യൂസ് ചെയ്യാം. ഓക്സിജൻ, ചെറിയ പോർട്ടബിൾ ഓക്സിജൻ സിലിണ്ടർ എന്തെങ്കിലും അവിടെ അവൈലബിൾ ആണോ? അത് ആക്ച്വലി എനിക്ക് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. അത് ഉണ്ടാവുമായിരിക്കും. ഓക്സിജൻ സിലിണ്ടേഴ്സ് അല്ലാണ്ട് നമുക്ക് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും. മുമ്പ് ഹിമാലയ യാത്ര പോയ സമയത്ത് ചില സ്ഥലങ്ങളിലെ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകും. അപ്പൊ ചില ആൾക്കാർക്ക് അത് പറ്റില്ല. അപ്പൊ അവിടെ ചെറിയ വളരെ പോർട്ടബിൾസ്, നമ്മൾ ഹിറ്റ് ഒക്കെ ഇല്ലേ, അത്രയുള്ള ചെറിയ സിലിണ്ടർ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ എടുത്തിട്ട് പോയി, ഇടയ്ക്ക് സ്ഥിരമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, ഒന്ന് ക്ഷീണിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു പോകാം. അങ്ങനെ പഫ് എടുക്കണത് അല്ലെ, പഫ് ചെയ്യണതല്ലേ? അതെ 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 അതെ. അത് നമുക്ക് ഇവിടെ നിന്ന് പോകണം, അങ്ങനെ പ്രശ്നമുള്ളവർക്ക് വേണമെങ്കിൽ അത് ക്യാരി ചെയ്യാം. പക്ഷെ അവിടെ ഞാനത് കണ്ടില്ല, അത് വിൽക്കുന്നത് കണ്ടില്ല. സോൻമാർഗിലാണ് ഏറ്റവും കൂടുതൽ ഹൈ പോയിന്റും ഒക്കെ ഉള്ളത്. അവിടെയും ഈവൻ ഗുൽമാർഗിലും ഞാൻ ആ സാധനം വിൽക്കണതോ അല്ലെങ്കിൽ റെന്റിന് അവൈലബിൾ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ചന്ദൻവാരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരിക്കും നമ്മള് ലൈക്ക് ഈ വൈഷ്ണവി ദേവി ടെമ്പിൾ ഒക്കെ പോണതല്ലോ, അമർനാഥ് യാത്ര. അവിടെ എന്തായാലും ഉണ്ടാകും, അവിടെ എന്തായാലും വേണം. അതായത് ഭയങ്കര ഹൈ ഇതിലോട്ടാണല്ലോ, 13,000 ഫീറ്റ് കണ്ടാ കയറുന്നത് വൈഷ്ണവി ദേവി ടെമ്പിളിൽ പോകുന്നുണ്ടോ? അവിടെ പോകാൻ പറ്റുന്നതാണോ യാത്രയില്? അത് ആക്ച്വലി വൈഷ്ണവി ടെമ്പിളിന്റെ യാത്ര തുറക്കണ സമയമുണ്ട്, ജൂൺ ജൂലൈ ആ 3 മാസങ്ങളിലാണ് അവിടെ അലൗഡ് ഉള്ളൂ. അപ്പൊ ആ സമയത്തെ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് ഈ ചന്ദൻവാരി, പെഹൽഗാവിലെ ചന്ദൻവാരിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 32 കിലോമീറ്റർ കണ്ട് നടന്നിട്ട് വേണം നമുക്ക് അമർനാഥ് യാത്ര പോവാനായിട്ട്. എനിക്ക് തോന്നുന്നു ചോപ്റ്റർ ഫെസിലിറ്റി ഉണ്ടെന്ന്. ഏതാ? ഇല്ല ഇല്ല, അത് സെപ്പറേറ്റ് ആ പോണത്. അതിന് വേണ്ടിയിട്ടുള്ള പോളവരെ പിൽഗ്രിമേജ് സെപ്പറേറ്റ് ആയിട്ടാ പോണത്. ശരി 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 ശരി. ഓക്കെ. കൂടുതൽ എന്തെങ്കിലും എവിടെയെങ്കിലും ആഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ എനിക്കൊരു പറയാനുള്ളത്, നമ്മള് ഈ ലഗേജ് കൊണ്ടുപോകുമ്പോ 15 kgs ആണ് നമുക്ക് അലൗഡ്, 7 kgs ഹാൻഡ് ലഗേജ്. അപ്പൊ 7 kgs എന്തായാലും ഇപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, എയർപോർട്ടിൽ ഒറ്റ ലഗേജേ കൊണ്ടുപോകാൻ പറ്റില്ല, ഹാൻഡ് ബാഗ്സ് ഒന്നും അലൗഡ് അല്ല. അപ്പൊ നമ്മള് 7 kgs ബാഗ് ഓക്കെ ഫുൾ ആയിരിക്കും. നമ്മൾ വരുമ്പോ ഈ പോകുമ്പോ ഉള്ള ബാഗില്ലേ, കുറച്ച് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള ബാഗ് കൊണ്ടുപോവാണെങ്കിൽ നല്ലതായിരിക്കും. ചിലപ്പോ നമ്മുടെ ബോക്സിനകത്ത് ചിലപ്പോൾ 2 കിലോ കൂടെ കൊള്ളു. നമ്മൾ കൊണ്ടുപോകുന്ന 3, ചിലപ്പോൾ ഒരു പക്ഷെ 10 കിലോ ഉള്ളൂ. പക്ഷെ ബോക്സിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. അപ്പൊ കുറച്ച് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ഷോപ്പിംഗ് ചെയ്യണവർക്ക് കേട്ടോ, ചെയ്യാത്തവർക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ വെറുതെ നമ്മൾ അവിടെ അലൗഡ് അല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. തിരിച്ചു വരുമ്പോ 2 സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് കാശ്മീരിൽ. തിരിച്ചു വരുമ്പോ, അതായത് എയർപോർട്ടിന്റെ പുറത്ത് ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അവിടെ ഫുൾ ലഗേജ് ബോക്സ് എല്ലാം എടുത്ത് സെയിം സ്കാൻ ചെയ്തിട്ടായിരിക്കും രണ്ടാമത് എടുത്ത് വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് എയർപോർട്ടിലും ഇതേപോലെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പൊ ഹൈറ്റ് വെയിറ്റിന്റെ കാര്യത്തിലൊക്കെ അവർ സ്ട്രിക്റ്റ് ആണ്, നമുക്ക് ലീനിയൻസി ഒന്നുമില്ല.
ശരി അപ്പൊ അതെല്ലാരും കൂടെ വന്നവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച സാധനമൊക്കെ എല്ലാവർക്കും കൊണ്ടുവരാൻ ശരി പറ്റും. ശരി ശരി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ. ശരി ശരി. പിന്നെ അതേപോലെ ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഇറ്റ്സ് എ വെരി ബിഗ് എയർപോർട്ട്. ഉം, അവിടെ ഉം. നമുക്ക് ബഗ്ഗി ഫെസിലിറ്റി കിട്ടും. നമുക്ക് കുറെ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒത്തിരി ആഹാ, ദൂരം അല്ലെങ്കിൽ നടക്കണം. ആഹാ, അല്ലെങ്കിൽ ആഹാ. ഇപ്പൊ കൺവെയർ ബെൽറ്റ് ഉണ്ട് വാക്ക് വേയിൽ. അപ്പൊ ചെറിയ പ്രായം ചെന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാലിന് അസുഖമുള്ളവർക്കൊക്കെ വിത്ത് ആഹാ. ലഗേജ് നമ്മൾ ഉം, നടക്കണമെങ്കിൽ. അതായത് ഉം. ട്രാൻസ്ഫർ ഉണ്ടല്ലോ. അപ്പൊ ശരി നമുക്ക് ബഗ്ഗി ഫെസിലിറ്റി അവിടെ ഉണ്ട്. ജസ്റ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, വരും. നമുക്ക് ശരി അത്രയും ദൂരം നടക്കാണ്ട്, അല്ലെങ്കിൽ നല്ല ദൂരം നടക്കാനുണ്ട് ശരി നമ്മള്. ശരി ശരി അത് ആ ഫെസിലിറ്റി യൂസ് ചെയ്യാതാ നല്ലതായിരിക്കും. ശരി ശരി ശരി. പിന്നെ അതേപോലെ നമുക്ക് ഇപ്പം ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ ലോഞ്ച് ഫെസിലിറ്റി ഉണ്ടല്ലോ. ഡൽഹി ആ, എയർപോർട്ടിൽ ഒരു നൈറ്റ് മുഴുവൻ നമ്മൾ ഇരിക്കുന്നുണ്ട്. രാത്രി 11:30 മണിക്കാണ് നമ്മൾ അവിടെ എത്തണത്. ആഹാ, അപ്പൊ ആഹാ. ഉറങ്ങാനും പറ്റില്ല, അവിടെ ഇരുന്ന് വെളുപ്പിക്കേണ്ടി വരും. അപ്പൊ രാവിലെ ആകുമ്പോൾ നമുക്ക് വിശക്കുണ്ടെങ്കിൽ നമുക്ക് ആ ലോഞ്ച് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ആ ശരി. എയർപോർട്ടിൽ അവനവന്റെ പേരിലെ ലോഞ്ച് കാർഡ് മാത്രമേ അലൗഡ് ഉള്ളൂ. വേറെ ആളുടെ ഓക്കെ. ലോഞ്ച് കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എയർപോർട്ട്സിൽ കുഴപ്പമില്ല. ഇവിടെ അത് കുറച്ച് അലൗഡ് സ്ട്രിക്റ്റ് അല്ല. ആണ്. ശരി ആ, ശരി ശരി അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റിയൊരു കാര്യങ്ങളൊക്കെ കേട്ടോ അത് ഞാൻ ഷെയർ ശരി ചെയ്തു ശരി എന്നേ ഉള്ളൂ. ശരി 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 ശരി. ഗുഡ് ആ, ഗുഡ്. അപ്പൊ പോണ എല്ലാവരും ഭയങ്കര അതായത് നമ്മള് ഭൂമിയിലെ സ്വർഗം കാണാൻ പോണെന്നുള്ള ത്രില്ല് വേണം. നമ്മൾ അതേ ലെവലിൽ പോയി എൻജോയ് ചെയ്തിട്ട് വരിക. ശരി. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഇനിയിപ്പോ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണമെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്തോട്ടെ. ആ, ആണ് ആണ് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഉപകാരമാവുമല്ലോ. ആ, ശരി ശരി സർ. അപ്പോ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി വളരെ വിശദമായിട്ട് തന്നെ എല്ലാം വിവരിച്ചു തന്ന ജയശ്രീ മാമിനെ സന്തോഷം, നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. എല്ലാവർക്കും ഹാപ്പി ജേർണി ടു കശ്മീർ. താങ്ക് യു. താങ്ക് യു.